ചേട്ടാ അനുമോൾക്ക് ഇപ്പോൾ കപ്പ് കിട്ടിയിരിക്കുന്നതാണ്. അതുകൊണ്ട് അച്ഛനെന്ന നിലയിൽ എങ്ങനെയാ ആ സന്തോഷം ഇപ്പം നമ്മളോട് പ്രകടിപ്പിക്കുന്നത്? സന്തോഷം, വളരെ സന്തോഷമാണ് കിട്ടിയതിൽ. എനിക്ക് പറയാനില്ല. ഇപ്പോൾ നാട്ടിലാണെങ്കിലും അനുമോൾക്ക് ഇപ്പോൾ സ്വീകരണമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാട്ടുകാരുടെ ഒരു സ്നേഹം നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴും കാണുമ്പോൾ എന്താ തോന്നുന്നത്? പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ നോക്കുന്ന സ്വീകരണം വെച്ചിട്ടുണ്ട് നാട്ടുകാർ. അതിപ്പോൾ ഈ ഇലക്ഷനെ പ്രമാണിച്ച് വളരെ തിരക്കാണ്, എന്നിട്ട് പോലും അവർ വെച്ചു. അങ്ങനെ സത്യം, അതിൽ വലിയ സന്തോഷമുണ്ട്. ഇപ്പൊ ചേട്ടൻ അനുമോള് ബിഗ് ബോസിലുള്ളപ്പോഴാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ആളുകൾ പറയുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അതുണ്ട്. എങ്ങനെയുണ്ട് അവരെന്തൊക്കെയായിരുന്നു ചേട്ടനോട് ആ സമയത്ത് സംസാരിച്ചത്? അല്ല, അതുകൊണ്ട് നമ്മളോടെല്ലാം ഒരു രീതിയിലാണ് കാണുന്നത്. വേറെ വിശേഷമൊന്നുമില്ല, നല്ലതായിട്ട് പറയും. PR എന്ന് മാത്രം പറയുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാക്കുന്നില്ലേ? വിഷമം ഉണ്ടാക്കുന്നുണ്ട്, അതില്ലല്ലോ, പിന്നെന്താ, നാട്ടുകാർക്ക് അറിയാലോ. ഇങ്ങനെ അനുമോളെ ഇപ്പോഴും സൈബർ അറ്റാക്ക് ചെയ്യുന്നവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രയാസമുണ്ട് ഇപ്പോഴും. പക്ഷെ അനുമോൾ അതിനെ തരണം ചെയ്യുന്നുണ്ടല്ലേ? ഒരു ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട് അനുമോക്ക്? ഇവിടെ എമ്പാടുള്ള എല്ലാവർക്കും സപ്പോർട്ടാണ്, ആരും ഒരു പരാതിയും പറയാനില്ല. ശരിക്കും വിഷമായി അനുമോൾ ആ ബിഗ് ബോസ് ഇങ്ങനെ കരയുന്നൊക്കെ കണ്ടപ്പോ? ഒരു ഒറ്റപ്പെട്ടതുപോലെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരാള്, അതായത് വിനുചേട്ടൻ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന വിനുചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടനൊന്ന് പുറത്തിറങ്ങി വോട്ട് ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആ 16 ലക്ഷത്തിന്റെ PR എന്ന് പറഞ്ഞപ്പോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു വോട്ട് ചോദിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ ആരോപണങ്ങൾ എത്തിച്ചിരുന്നോ? വോട്ട് ചോദിക്കാനല്ല, വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു വിഷമം ഉണ്ടാക്കിയോ ആളുകളോട് സംസാരിക്കുമ്പോഴൊക്കെയും?